ശ്രീകുമാർ, ഇപ്പോൾ ശ്രീ ജയരാജൻ പറഞ്ഞ ഒരു കാര്യം ആര് പരിശോധിച്ചാലും അത് വ്യക്തമായി പിന്നീട് വന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഈ നേതാക്കൾക്കിടയിലെ ഭിന്നത പ്രകടമാകുന്നതല്ലേ. സാധാരണ ഒരു ജാഥയ്ക്ക് ഒരു നേതാവ് എന്ന അവസ്ഥ, ചില മേഖലാ ജാഥകളുണ്ടെങ്കിൽ ഒരു തെക്കൻ ജാഥ, വടക്കൻ ജാഥ, ഇതിന് രണ്ടിനും രണ്ട് ജാഥ ക്യാപ്റ്റന്മാരുണ്ടാകും. ചിലപ്പോൾ തൃശ്ശൂരോ മറ്റോ വെച്ച് ഈ ജാഥകൾ സംഗമിക്കുന്ന ഒരു പ്രധാന സമാപന പരിപാടി ഉണ്ടാകും. ഇതും കേരളത്തിന് പരിചയമുള്ളതാണ്. പക്ഷേ ഒരു പാർട്ടിയുടെ ഒരു ജാഥയ്ക്ക് രണ്ട് നേതാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലായ്കയുടെ പ്രശ്നം അതിലുണ്ട്. അത് പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടു. ഒരു മൈക്ക് വിട്ടുകൊടുക്കാൻ പരസ്പരം തയ്യാറാകാതെ കടിപിടി കൂട്ടുന്നത് കണ്ടു. അപ്പോഴാണ് ഒരു സംസ്ഥാന ജാഥ അങ്ങനൊരു പ്രശ്നം. രണ്ട്, അതിൻ്റെ തുടർച്ചയിൽ ആലപ്പുഴ എത്തിയപ്പോഴേക്കും ആ വാർത്താ സമ്മേളനം ആ ആളുകളുടെ സംശയത്തെ ശരിവെക്കും വിധത്തിലേക്ക് വന്നു. അത് ജ്യേഷ്ഠാനുജന്മാരുടെ കലഹമോ സ്നേഹപ്രകടനമോ എന്നൊക്കെ വി ഡി സതീശൻ പറയുമ്പോൾ തൊട്ടപ്പുറത്തിന് ശ്രീ ജയരാജൻ പറഞ്ഞ വളരെ യുക്തിസഹമായൊരു പ്രശ്നം അതിനകത്തില്ലേ. തൊട്ടടുത്തിരുന്ന ബാബു പ്രസാദിനോ ഷാനിമോൾ ഉസ്മാനോ തോന്നുന്നില്ല ഇത് ജ്യേഷ്ഠാനുജന്മാരുടെ കലഹമാണെന്നോ സ്നേഹപ്രകടനമാണോ എന്നൊന്നും. ഇത് നാട്ടുകാർക്ക് സഹിക്കാൻ പറ്റാത്ത തെറിയാണ് വിളിക്കുന്നത് എന്ന് കണ്ട് അവർ കെ സുധാകരനെ തിരുത്താനാണ് ശ്രമിക്കുന്നത്. അതോടുകൂടി വി ഡി സതീശൻ പിന്നീട് പറഞ്ഞ ഈ വിശദീകരണം എല്ലാം പാഴായി പോയില്ലേ. അതും പോകട്ടെ, ഇന്ന് പത്തനംതിട്ട ചെന്നപ്പോൾ സംയുക്ത വാർത്താ സമ്മേളനവുമില്ല. അത് സ്വാഭാവികമായും മനസ്സിലാക്കാമല്ലോ അതിലുള്ള വൈഷമ്യം, വിമിഷ്ടം, അതിൻ്റെ ഒരു അതൃപ്തി ആർക്കാണ് എന്നുള്ളതൊക്കെ ഊഹിക്കാൻ വലിയ മെനക്കേടൊന്നുമില്ല, വളരെ വ്യക്തമായി മനസ്സിലാകും. ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഗ്രൂപ്പ് പോരൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള കോൺഗ്രസിൽ കാണാത്ത വിധമുള്ളൊരു പുതിയ ശൈലിയും രീതികളും അമ്പരപ്പിക്കും വിധം വന്നുകൊണ്ടിരിക്കുകയല്ലേ, പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ. ശ്രീ ശരത്ത്, ഇതിൽ കോൺഗ്രസിന്റെ ജാഥയ്ക്ക് സമരാഗ്നി ജാഥ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നയിക്കുന്നു എന്നുള്ളതാണ് CPM-നെ ബുദ്ധിമുട്ടിക്കുന്നത്. അവരുടെ മുതിർന്ന നേതാവായ ശ്രീ P ജയരാജൻ അത് 2 വട്ടം പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നതിൽ അത്ഭുതം ഉണ്ടാകില്ല. കാരണം പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ശ്രീ MV ഗോവിന്ദ മാഷ് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ നടത്തി. ആ ജാഥയിൽ LDF-ന്റെ കൺവീനർ EP ജയരാജൻ ഉണ്ടായിരുന്നില്ല. പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും കൂടെ ജാഥ നയിക്കേണ്ട കാര്യമില്ല, അത് വേറെ വിഷയം. പക്ഷെ ആ ജാഥ ബഹിഷ്കരിച്ചു LDF കൺവീനർ. തൃശ്ശൂർ വന്നപ്പോഴാണ് അദ്ദേഹം അതിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം പിണറായിയെ കുറിച്ച് പറഞ്ഞത് പിന്നീട് ട്രോളൊക്കെ ആയി മാറി. അതോടെ നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ട് CPM-ൽ ഒരു പക്ഷേ അത്തരത്തിലൊരു സൗഹാർദ്ദ പ്രകടനം ഉണ്ടാകില്ല. കോൺഗ്രസിൽ ഇത് പുതുമയാണ്, അത് ശരത്ത് പറഞ്ഞത് ശരിയാണ്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടെ ഒരു ജാഥ നയിക്കാൻ തീരുമാനിച്ചു. അതിന്റെ കാരണം കോൺഗ്രസുകാർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കാൻ KPCC പ്രസിഡന്റും പ്രതിപക്ഷ എന്ന UDF സംവിധാനത്തെ പ്രതിനിധീകരിച്ച് VD സതീശനും എന്ന രീതിയിലാണ് ആ സമരാഗ്നി ജാഥ. അതിന്റെ പേരെങ്ങനെയാണ്? സമരാഗ്നി. UDF-ന്റെയും കോൺഗ്രസിന്റെയും സമരാഗ്നി. ആ ജാഥ അങ്ങനെ സംവിധാനം ചെയ്തതാണ്. അത് പിന്നെ വ്യാഖ്യാനിച്ച് 2 നേതാക്കളെ നയിക്കുന്നു, 2 നേതാക്കൾക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയാം. അതാണ് അതിന്റെ കാര്യം. പിന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യം, അതൊരു യാഥാർത്ഥ്യമാണ്. എന്താണ്? 2 ദിവസം മുമ്പ് KPCC പ്രസിഡന്റ് VD സതീശൻ വൈകി വന്നതിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അദ്ദേഹം ഒരു സഭ്യേതര വാക്ക് പ്രയോഗിച്ചു. അത് സഭ്യേതരമാണോ എന്നുള്ളത് ഇക്കാലത്തൊക്കെ സിനിമയൊക്കെ കാണുന്നവർക്ക് അറിയാം. അതൊക്കെ ഒരു വാക്കാണ്, പക്ഷെ അത് ഉപയോഗിക്കാൻ പാടില്ല, അതൊക്കെ വേറെ വിഷയം. അദ്ദേഹം അത് പറഞ്ഞത് അത് ഒരു തമാശയായിട്ട് കണ്ടാൽ മതിയെന്ന് കോൺഗ്രസ് നേതാക്കളും KPCC പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടും അതില് CPM-ന് ഒരു താല്പര്യമുണ്ടെങ്കിൽ അവരത് കൊണ്ടു നടക്കേണ്ട, വിരോധമില്ല. പക്ഷെ അത് കോൺഗ്രസ് അത് മറന്നുപോയി. 2 ദിവസം മുമ്പെടുത്ത അത് മറന്നുപോയി. അപ്പൊ അതൊരു വിഷയമല്ല ഈ കത്തി നിൽക്കുന്ന രാഷ്ട്രീയത്തിനിടയ്ക്ക്. പിന്നെ ശരത്ത് ചോദിച്ചത്, ഇന്ന് ഒരു വാർത്താ സമ്മേളനം റദ്ദാക്കി. എന്താണ് റദ്ദാക്കാൻ കാരണം? പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് എത്താൻ വൈകും. അതേ എറണാകുളത്തായിരുന്നു. ഇതിനിടയ്ക്ക് സമരാഗ്നി ജാഥയ്ക്ക് ഇടയ്ക്ക് ഒരു സദസ്സുണ്ട്. അത് പാവങ്ങളുടെ പരാതി കേൾക്കുന്ന ഒരു സദസ്സുണ്ട്. ആ സദസ്സിനിടയ്ക്ക് ആ സദസ്സ് തുടങ്ങുമ്പോൾ 10:30 മണിയാകും, കഴിയുമ്പോൾ 1 മണിയാകും. പത്രസമ്മേളനം നടത്താനുള്ള സമയമില്ല. പത്രസമ്മേളനം ഒരു ദിവസം നടത്തിയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നടത്താതിരുന്നത്. ഇത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് രാഷ്ട്രീയ എതിരഭിപ്രായം പറയാം. അല്ല, അത് അതിനകത്ത് പറഞ്ഞതിലൊരു പെശകുണ്ട്. പെശക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ വാർത്താ സമ്മേളനം ഈ പറഞ്ഞ സഭ്യേതരമായിട്ടുള്ള അല്ലെങ്കിൽ കെ സുധാകരൻ VD സതീശനെ തെറി പറയുന്ന ആ വാർത്താ സമ്മേളനം നടന്നത് 11 മണിക്ക് ശേഷമാണ്. അതിൻ്റെ കാരണം VD സതീശൻ തന്നെ വ്യക്തമായി പറയുന്നത് നമ്മൾ കേട്ടു. അതോടുകൂടി ആ തർക്കമില്ല.
മനസ്സിലായില്ലേ? ഇന്ന് സ്ഥലത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരാഗ്നി പരിപാടിയിലേക്ക് 11-ന് ശേഷം വരികയും ആ പരിപാടിക്ക് പോകുന്നതും തത്സമയം തന്നെ ചാനലുകളിൽ വന്നു. അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി മാറി. മാത്രവുമല്ല, ഒരുപാട് അകലത്തിലല്ല, ഇന്നലെ ഞായറാഴ്ചയാണ്. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ശ്രീ വി ഡി സതീശൻ്റെ വാദങ്ങൾ കടമെടുത്താൽ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയാൽ ലൈവ് പോകില്ല എന്നതൊക്കെ ധരിച്ചിട്ടാവണം എന്ന് പറയാം. അതിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ് ആലപ്പുഴയിൽ നടന്നത്. അപ്പോൾ ആലപ്പുഴയിലെ ഈ വിവാദ വാർത്താ സമ്മേളനത്തിൻ്റെ തൊട്ടടുത്തത് പത്തനംതിട്ടയിൽ, തൊട്ടടുത്ത ജില്ലയിൽ ഇന്നാണ് ശ്രീകുമാർ. അപ്പോൾ ഇന്ന് 11 മണിക്ക് ശേഷം തന്നെ വി ഡി സതീശൻ പത്തനംതിട്ടയിലുണ്ട്. അത് ദൃശ്യങ്ങൾ സഹിതം പോയതാണ്. രണ്ടുപേരും ഒന്നിച്ചുണ്ടായിട്ടും ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ തരത്തിലാണ്. അപ്പോൾ താങ്കളുടെ ഈ വാദങ്ങൾ നിലനിൽക്കാത്തതായി പോകുന്നത് അതുകൊണ്ടാണ്. 11 മണിക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം ഉണ്ടായത്. ഇന്ന് 11-നും 11:30-ക്കും ഇടയ്ക്കാണ് ഇരു നേതാക്കളും ഒന്നിച്ച് മാധ്യമങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയത്. എന്നിട്ടും സംസാരിച്ചില്ല. അപ്പോൾ ആ വാർത്താ സമ്മേളനം ഒഴിവായത് അത്ര നിഷ്കളങ്കമായിട്ട് കാണാനേ കഴിയില്ല. ശ്രീകുമാർ, ശരി, ഒരു കാര്യം ചെയ്തോളൂ. ശരി ശരത്ത്, ഇന്നിപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ല. അതിനിടയ്ക്കുള്ള ജനസദസ്സിൽ ഇവർക്ക് പങ്കെടുക്കണമെന്നുള്ളത് വാർത്താ സമ്മേളനം റദ്ദാക്കി എന്നുള്ളത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ല. നാളെയും കൂടെ നമുക്ക് നോക്കാം. പിന്നെ ഒരു വാർത്താ സമ്മേളനത്തില് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പെട്ടെന്നൊക്കെ ഒരു അരിശത്തോട് പറയുന്നത് തെറ്റാണോ ശരത്തെ? തെറ്റാണെങ്കിൽ നമുക്ക് ചില ചരിത്രമുണ്ട്. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ ഒരു പരിപാടിക്ക്, മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അന്ന് പത്രലേഖകർ അവിടെ ചെന്നു. മുഖ്യമന്ത്രി ക്ഷുഭിതനായി ഇറങ്ങി പോകാൻ പറഞ്ഞു. അന്നാണ് ഈ കണക്ക് പുറത്തു വന്നത്. അപ്പൊ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ക്ഷണിച്ചിട്ടാണ് വന്നതെന്ന്. അദ്ദേഹം രൂക്ഷമായി നോക്കി കോടിയേരി. അതിപ്പോഴും ആ ക്ലിപ്പ് അവിടെ ഉണ്ട്. കോടിയേരി അവിടെ നിന്നുപോയി. അവിടെ നിൽക്കട്ടെ, അത് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ.